തെരഞ്ഞെടുപ്പ്, അങ്ങനെ നിരവധി വിഷയങ്ങൾ ചർച്ചയായ തെരഞ്ഞെടുപ്പിൽ ജനം എന്ത് തീരുമാനിക്കുന്നു, എന്ത് വിധി എഴുതുന്നു എന്നറിയാൻ നമ്മൾ കാത്തിരിക്കണം. മറ്റന്നാളാണ് വോട്ടെടുപ്പ്. അതിൻ്റെ ഫലം വരാൻ ഒരു മാസത്തോളം നീളുന്ന കാത്തിരിപ്പ് കേരളത്തിനെ സംബന്ധിച്ച് ആവശ്യമായി വരുന്ന ഒരു ഘട്ടമുണ്ട്. ഇപ്പോൾ 6 മിനിറ്റ് മാത്രം അവശേഷിക്കുന്നു. പറവൂരിൽ നിന്നുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇപ്പോൾ അത് മലപ്പുറത്തേക്ക് മാറുന്നു. കുഞ്ഞാലിക്കുട്ടി വീണ്ടും വാഹനത്തിന് മുകളിൽ കയറി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുന്നു. അവിടെ വലിയ ആവേശമായി പി കെ കുഞ്ഞാലിക്കുട്ടി മാറുന്നു. ഇനി അവശേഷിക്കുന്നത് 5 മിനിറ്റ് മാത്രം. പരസ്യ പ്രചരണം അവസാനിക്കാൻ 5 മിനിറ്റ് മാത്രമാണ് അവശേഷിക്കുന്നത്. ചുമന്നു തുടുത്ത ഒട്ടിക്കലാശം നമ്മൾ ഒരു ഭാഗത്ത് കാണുന്നു. അതേസമയം വലിയ ആവേശം തീർത്ത് മറ്റു മുന്നണികളും ഒട്ടിക്കലാശത്തിൽ സജീവമായിരിക്കുന്നതാണ് കാണുന്നത്. 5 മിനിറ്റ് മാത്രമാണ് പരസ്യപ്രചരണം അവസാനിക്കാനുള്ളത്. നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്ത തെരഞ്ഞെടുപ്പിൽ ജനം എന്ത് വിധി എഴുതും? അത് LDFിൻ്റെ തുടർച്ചയ്ക്കായുള്ള വിധിയെഴുത്താകുമോ, അതോ UDFിൻ്റെ തിരിച്ചുവരവിനായുള്ള വിധിയെഴുത്താകുമോ? സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമുണ്ടോ, അതോ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണോ? തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യം ആവർത്തിക്കുമോ? സംസ്ഥാനത്ത് ഇഞ്ചോടിഞ്ചാണോ പോരാട്ടം? NDA ഇത്തവണയും പുറത്താണോ അതോ അകത്താണോ? നിരവധി ചോദ്യങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് ഉയർത്തുന്നത്. കേരളത്തെ സംബന്ധിച്ച് അതിനിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. ഇനി അവശേഷിക്കുന്നത് 5 മിനിറ്റ് മാത്രമാണ്. പരസ്യപ്രചരണം അവസാനിക്കാൻ 5 മിനിറ്റ് മാത്രം ബാക്കിയാകുമ്പോൾ എല്ലാ കേന്ദ്രങ്ങളിലും ആവേശം അതിൻ്റെ ഉച്ചസ്ഥായിയിലാണ്. വലിയ ആവേശം എല്ലാ ക്യാമ്പിലും ഉണ്ട്. വിശ്രമമില്ലാത്ത ദിവസങ്ങളാണ് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച്, രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് കടന്നുപോയിട്ടുള്ളത്. ഇനി വിശ്രമത്തിൻ്റെ ദിവസങ്ങളാണ്. ഒരു മാസത്തോളം നീണ്ട കാത്തിരിപ്പിനൊടുവിലാകും ഈ മത്സരത്തിൻ്റെ ഫലം അറിയാൻ കഴിയുക. ജനങ്ങളുടെ വിധിയെഴുത്ത് മറ്റന്നാളാണ്. ഇനി 4 മിനിറ്റ് മാത്രമാണ് അവശേഷിക്കുന്നത്. വട്ടിയൂർക്കാവിൽ ഉച്ചസ്ഥായിയിലാണ് ഈ പ്രചരണം, കുട്ടിക്കലാശം എന്നത് നമുക്ക് കാണാം. അവിടെ എല്ലാ സജ്ജീകരണങ്ങളോടും കൂടിയാണ് 3 മുന്നണികളും കളം പിടിച്ചത്. പാട്ടും ഡാൻസും ആട്ടവുമായി കളം നിറയുകയാണ് പ്രവർത്തകർ. ഇനി അവശേഷിക്കുന്നത് 4 മിനിറ്റാണ്. ഈ ആവേശം ഒരു തരത്തിലും ഒരു സംഘർഷത്തിലേക്കോ ഏറ്റുമുട്ടലിലേക്കോ തിരിയുന്നില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള ജാഗ്രത കൂടി വേണ്ട നിമിഷങ്ങളാണ്. നിശബ്ദ പ്രചരണത്തിൻ്റെ സമയത്തിലേക്ക് കടക്കുമ്പോൾ അത് ഒരു ഏറ്റുമുട്ടലിലേക്കോ വാക്കുതർക്കത്തിലേക്കോ ഒന്നും പോകുന്നില്ല. എല്ലാം സമാധാനപരമാണ് സംസ്ഥാനത്ത് എന്ന് ഉറപ്പുവരുത്താനുള്ള ശക്തമായ നിരീക്ഷണങ്ങളും സംവിധാനങ്ങളും ഒക്കെ നേരത്തെ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനുള്ള ജാഗ്രത ഓരോ രാഷ്ട്രീയ പാർട്ടികളും കാണിക്കേണ്ടുന്ന നിമിഷം കൂടിയാണ് കടന്നുപോകുന്നത്. ഇനി 3 മിനിറ്റ് മാത്രം അവശേഷിക്കുന്നു. സംസ്ഥാനത്ത് പരസ്യ പ്രചരണം അവസാനിക്കാൻ ഇനി 3 മിനിറ്റ് മാത്രമാണ് ബാക്കിയുള്ളത്. 140 മണ്ഡലങ്ങൾ ഇത്തവണ എങ്ങനെ വിധി എഴുതും? ആർക്കനുകൂലമാകും സാഹചര്യങ്ങൾ? ഈ പ്രചരണം ആർക്കാണ് അനുകൂലമായി മാറുക? ഇതൊക്കെ ജനം വിധിയിലൂടെ തീരുമാനിക്കും. മറ്റന്നാളാണ് വിധിയെഴുത്ത്. നാളെ നിശബ്ദ പ്രചരണത്തിൻ്റെ ദിവസമാണ്. പല വിഷയങ്ങൾ ചർച്ച ചെയ്ത എല്ലാ മുന്നണികളും പ്രചരണത്തിൽ ഇഞ്ചോടിഞ്ച് നിന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അത് ഫ്ലെക്സുകളുടെ കാര്യത്തിലാകട്ടെ, വാഗ്വാദത്തിൻ്റെ കാര്യത്തിലാകട്ടെ, വാക്ശരങ്ങളുടെ കാര്യത്തിലാകട്ടെ, എല്ലാത്തിലും ഇഞ്ചോടിഞ്ച് പോരാട്ടം ദൃശ്യമായ ദിവസങ്ങളാണ് കടന്നു പോകുന്നത്. 2 മുന്നണികളെ സംബന്ധിച്ചും 3 മുന്നണികളെ സംബന്ധിച്ചും വളരെ നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ്. അവിടെ തുടർച്ചയാണോ, തിരിച്ചുവരവാണോ, ശക്തി തെളിയിക്കലാണോ ഉണ്ടാവുക എന്നത് കാത്തിരിക്കാം. ഇനി അവശേഷിക്കുന്നത് 2 മിനിറ്റ് മാത്രം. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പട്ടാമ്പിയിൽ സംഘർഷം എന്ന ഒരു വാർത്ത കൂടി വരികയാണ്. നമുക്കറിയാം വലിയ രീതിയിൽ പ്രശ്നങ്ങൾ, മത്സരം അടുക്കുമ്പോൾ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ കൂടിയുണ്ട്. അത്തരം കേന്ദ്രങ്ങളിൽ ഈ കൊട്ടിക്കലാശം ഉൾപ്പെടെ ഒഴിവാക്കാനുള്ള നടപടികൾ എടുത്തിരുന്നു. പക്ഷേ ഇപ്പോൾ പട്ടാമ്പിയിൽ ചെറിയ രീതിയിൽ സംഘർഷം എന്ന തരത്തിലുള്ള വിവരങ്ങൾ വരികയാണ്. അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രം നമുക്ക് ആശിക്കാം. ഈ ഘട്ടത്തിൽ അതിനുള്ള തയ്യാറെടുപ്പുകളും സജ്ജീകരണങ്ങളുമൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒപ്പം തന്നെ പോലീസുമൊക്കെ സ്വീകരിച്ചിരുന്നതാണ്. എന്നാലും ചിലയിടങ്ങളിൽ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന സൂചനകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അതൊക്കെ ഒഴിവായി പോകട്ടെ എന്ന് നമുക്ക് ആശിക്കാം. ഇനി അവശേഷിക്കുന്നത് 1 മിനിറ്റ് മാത്രം. കൊട്ടിക്കലാശം അവസാനിക്കാൻ, പരസ്യ പ്രചരണം അവസാനിക്കാൻ 1 മിനിറ്റ് മാത്രമാണ് ബാക്കിയുള്ളത്.
കേരളം 140 മണ്ഡലങ്ങളിൽ വിധി എഴുതാൻ പോവുകയാണ്. നാളെ നിശബ്ദ പ്രചരണത്തിന്റെ ദിവസത്തിന് ശേഷം മറ്റന്നാളാണ് കേരളത്തിൽ വിധിയെഴുത്ത്. ഇനി 1 മിനിറ്റ് മാത്രമാണ് പരസ്യ പ്രചരണം അവസാനിക്കാനുള്ളത്. കേരളം ആര് ഭരിക്കും എന്ന് തീരുമാനിക്കാനുള്ള നിർണായക തെരഞ്ഞെടുപ്പിൽ 23 ദിവസം നീണ്ട പരസ്യ പ്രചരണത്തിന് സമാപനമാവുകയാണ്. 1 മിനിറ്റ് മാത്രം അവശേഷിക്കുന്നു. ആ 1 മിനിറ്റ് കഴിഞ്ഞാൽ കൊടികൾ താഴ്ത്തി നിശബ്ദമായി ഈ പ്രവർത്തകരും സ്ഥാനാർത്ഥികളും പിരിഞ്ഞു പോകേണ്ടതുണ്ട്. അതിനുള്ള സമയമാണ്. വലിയ ആവേശമാണ് ഈ കേന്ദ്രങ്ങളിലെല്ലാം നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് അവസാനിക്കാൻ പോവുകയാണ്. ഇനി 1 മിനിറ്റിൽ താഴെ മാത്രം സമയമാണ്. ഇനി ഏതാനും സെക്കൻഡുകൾ മാത്രമാണ് പരസ്യ പ്രചരണത്തിന് അനുവദിച്ചിട്ടുള്ള സമയമുള്ളത്. അതിനുശേഷം പ്രവർത്തകർ പിരിഞ്ഞു പോകും. പിന്നീട് നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകളാണ്. നാളെ നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകളാണ്. അതിനുശേഷം മറ്റന്നാൾ വോട്ടെടുപ്പാണ്. കേരളത്തിന്റെ ദിശ നിർണ്ണയിക്കുന്ന തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. ജനങ്ങൾ അവർക്ക് മുന്നിലേക്ക് വന്ന വിഷയങ്ങൾ, പ്രവർത്തകർ ഉന്നയിച്ച വിഷയങ്ങൾ, രാഷ്ട്രീയ നേതാക്കൾ ഉന്നയിച്ച വിഷയങ്ങൾ എല്ലാം മനസ്സിലാക്കി തീരുമാനമെടുത്ത് മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തും. കേരളത്തിന്റെ വിധി എഴുതും. 6 മണിയായിരിക്കുന്നു. പരസ്യ പ്രചരണത്തിന്റെ സമയം അവസാനിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്ത് നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം അവസാനിച്ചിരിക്കുകയാണ്. കൊട്ടിക്കലാശവേദികളിലെല്ലാം കൊടികൾ ഇനി താഴാൻ പോവുകയാണ്. പറവൂരിൽ വി ഡി സതീശൻ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. മറ്റന്നാൾ കേരളം പോളിംഗ് ബൂത്തിലെത്തും. നാളെ നിശബ്ദ പ്രചരണത്തിന്റെ ദിവസമാണ്. എല്ലാം അവസാനിപ്പിക്കൂ എന്ന നിർദ്ദേശം വി ഡി സതീശൻ നൽകുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. 6 മണിയായിരിക്കുന്നു. പരസ്യ പ്രചരണത്തിന്റെ സമയം അവസാനിച്ചിരിക്കുന്നു. കൊടിതോരണങ്ങൾ താഴാൻ പോവുകയാണ്. സ്ഥാനാർത്ഥികൾ ക്രെയിനിൽ നിന്ന് താഴേക്ക് ഇറങ്ങാൻ പോകുന്നു. ആവേശം അലതല്ലിയ തെരഞ്ഞെടുപ്പ് കാലം, പ്രചരണ കാലം അവസാനിച്ചിരിക്കുകയാണ്. ഈ പരസ്യ പ്രചരണത്തിന്റെ സമയം അവസാനിച്ചിരിക്കുകയാണ്. പ്രചരണ വാഹനങ്ങളിൽ നിന്നൊക്കെ സ്ഥാനാർത്ഥികൾ ഇറങ്ങുകയാണ്. കൊടിതോരണങ്ങൾ താഴുകയാണ്. നിശബ്ദ പ്രചരണത്തിന്റെ സമയം ആരംഭിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്ത് നാളെ ഒരു ദിവസം നിശബ്ദ പ്രചരണത്തിൻ്റെതാണ്. ഇനിയുള്ള മണിക്കൂറുകളും നിശബ്ദ പ്രചരണത്തിൻ്റെതാണ്. മറ്റന്നാൾ കേരളം പോളിംഗ് ബൂത്തിൽ കേരള ജനത വിധിയെഴുതും. കേരളം ആര് ഭരിക്കണം എന്നത് തീരുമാനിക്കും. കേരളത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്ന നിർണായകമായ തെരഞ്ഞെടുപ്പിൻ്റെ പരസ്യ പ്രചരണം അവസാനിച്ചിരിക്കുകയാണ്. നാളെ നിശബ്ദ പ്രചരണത്തിൻ്റെ ദിവസമാണ്. ഇനിയുള്ള മണിക്കൂറുകളും നിശബ്ദ പ്രചരണത്തിൻ്റെതാണ്. 2,71,42,952 വോട്ടർമാർ മറ്റന്നാൾ വിധിയെഴുതും. അത് ആർക്ക് അനുകൂലമാകും? സംസ്ഥാനത്ത് ഭരണ തുടർച്ചയാണോ? ചില സംഘർഷങ്ങൾ, ചില വാക്കുതർക്കങ്ങളൊക്കെ ഉടലെടുക്കുന്നു ദൃശ്യങ്ങളിൽ. എല്ലാ കേന്ദ്രങ്ങളിലും ഈ വിധത്തിലുള്ള സാഹചര്യങ്ങളുണ്ട്. അത് പരമാവധി ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായ ക്രമീകരണങ്ങളും നിർദ്ദേശങ്ങളും പ്രവർത്തകർക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ മറികടന്നും പലയിടത്തും വാക്കുതർക്കങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. പട്ടാമ്പിയിൽ നേരത്തെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നതിൻ്റെ റിപ്പോർട്ടുകളുണ്ട്. പോലീസ് ഇടപെട്ടിപ്പോൾ പ്രവർത്തകരെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. സംസ്ഥാനത്ത് പരസ്യ പ്രചരണത്തിന്റെ സമയം അവസാനിച്ചിരിക്കുന്നു. നിശബ്ദ പ്രചരണത്തിന്റെ സമയം തുടങ്ങിയിരിക്കുകയാണ്. ഇനി നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകളാണ്. നാളത്തെ ദിവസം നിശബ്ദ പ്രചരണത്തിൻ്റെതാണ്. മറ്റന്നാൾ കേരളം വിധിയെഴുതും. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.